ഒക്ടോബർ 1 നടക്കാനിരിക്കുന്ന ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ദേശ് നീതി പുറത്തുവിട്ട ഒരു ഒപ്പീനിയൻ പോളാണ് പറയുന്നത് 90 അംഗ നിയമസഭയിൽ BJP-യാണ് ഇപ്പോൾ ഹരിയാന ഭരിക്കുന്നത്. BJP-ക്ക് 40 സീറ്റും കോൺഗ്രസിന് 31 സീറ്റും ജനനായക് ജനതാ പാർട്ടി JJP-ക്ക് 10 സീറ്റും മറ്റുള്ളവർക്ക് 9 സീറ്റും എന്ന നിലയിലാണ് ഇപ്പോൾ കക്ഷിനില. ഇപ്പോൾ BJP ഭരിക്കുന്നത് 46 പേരുടെ പിന്തുണ വേണം. 46 അംഗങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടി JJP ആയിരുന്നു ഇതുവരെ പിന്തുണച്ചിരുന്നത്. അവർ പിന്തുണ പിൻവലിച്ചു. പിന്നീട് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെയാണ് BJP ഹരിയാന ഭരിക്കുന്നത്. ദേശ് നീതിയിലെ സർവേയിൽ കണ്ടെത്തൽ നോക്കാം. ആദ്യം പറയുന്ന ജില്ല സിർസയാണ്. സിർസ ജില്ലയിൽ 5 സീറ്റാണ് ഉള്ളത്. 5 സീറ്റിൽ 1 സീറ്റ് BJP-യും 3 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് JJP-യും നേടും. അടുത്ത ജില്ല മഹേന്ദ്രഗഡാണ്. മഹേന്ദ്രഗഡിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJP-യും 3 സീറ്റ് കോൺഗ്രസും നേടും. അടുത്ത ജില്ല ഹിസാറാണ്. ഹിസാറിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റിൽ 2 സീറ്റ് BJP-യും 5 സീറ്റ് കോൺഗ്രസും നേടാൻ സാധ്യത. അടുത്ത ജില്ല നൂഹാണ്. നൂഹിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റിൽ 3ഉം കോൺഗ്രസ്സാണ് നേടാൻ സാധ്യത. അടുത്തത് റിവാഡിയാണ്. റിവാഡിയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJP-യും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തത് ഗുരുഗാവാണ്. ഗുരുഗാവിൽ 4 സീറ്റാണ് ഉള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJP-യും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തത് കേത്തലാണ്. കേത്തലിൽ 4 സീറ്റാണ് ഉള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJP-യും 2 മുതൽ 3 സീറ്റ് വരെ കോൺഗ്രസും 1 സീറ്റ് AAP-യും നേടാം എന്നാണ് ഇവരുടെ കണക്കിൽ പറയുന്നത്. അത് 2 മുതൽ 3 വരെ കോൺഗ്രസ് സീറ്റ് ചിലപ്പോൾ 2 സീറ്റിലേക്ക് ചുരുങ്ങാം. ആ 1 സീറ്റ് 3ാമത്തെ സീറ്റ് AAP-യും നേടാം. അടുത്തത് കർണാലാണ്. കർണാലിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റിൽ 1 സീറ്റ് BJP-യും 4 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തത് കുരുക്ഷേത്രയാണ്. കുരുക്ഷേത്രയിൽ 4 സീറ്റാണ് ഉള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJP-യും 2 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് AAP-യും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പാനിപത്താണ്. പാനിപത്തിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റിൽ 4ഉം കോൺഗ്രസ് നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സോനിപത്താണ്. സോനിപത്തിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റിൽ 1 സീറ്റ് BJP-യും 5 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ചർക്കി ദാദറാണ്. ചർക്കി ദാദറിൽ 2 സീറ്റാണ് ഉള്ളത്. 2 സീറ്റിൽ 1 സീറ്റ് BJP-യും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭിവാനിയാണ്. ഭിവാനിയിൽ 4 സീറ്റാണ് ഉള്ളത്. 4ൽ 3 സീറ്റ് BJP-യും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തത് ഫത്തേഹാബാദാണ്. ഫത്തേഹാബാദിൽ 3 സീറ്റാണ് ഉള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJP-യും 1 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് മറ്റുള്ളവരും നേടും. അടുത്തത് അംബാലയാണ്. അംബാലയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJP-യും 2 മുതൽ 3 വരെ സീറ്റ് കോൺഗ്രസും 1 സീറ്റ് AAP-യും നേടും. അടുത്ത ജില്ല യമുനാനഗറാണ്. യമുനാനഗറിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJP-യും 2 മുതൽ 3 സീറ്റ് വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല റോഹ്തക്കാണ്. റോഹ്തക്കിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJP-യും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജജ്ജറാണ്. ജജ്ജറിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJP-യും 2 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് JJP-യും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജിൻഡാണ്. ജിൻഡിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റിൽ 2 സീറ്റ് BJP-യും 0 മുതൽ 3 വരെ സീറ്റ് കോൺഗ്രസും 1 സീറ്റ് JJP-യും നേടാൻ സാധ്യത. JJP സീറ്റുകൾ നേടുകയാണെങ്കിൽ കോൺഗ്രസ് 2 സീറ്റായി കുറയും. അടുത്തത് ഫരീദാബാദാണ്. ഫരീദാബാദിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റിൽ 3 സീറ്റ് BJP-യും 2 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് JJP-യും നേടാനാണ് സാധ്യത. 90 അംഗ നിയമസഭയിൽ BJP-ക്ക് 27 മുതൽ 29 സീറ്റ് വരെയും കോൺഗ്രസിന് 53 മുതൽ 55 സീറ്റ് വരെയും ജനനായക് ജനതാ പാർട്ടി JJP-ക്ക് 2 സീറ്റും AAP-ക്ക് 4ഉം 2 സീറ്റ് സ്വതന്ത്രരും നേടാനാണ് സാധ്യത.